അടിയിടി വെടിക്കെട്ട് പൂരം. ഇതെന്റെ രാജ്യം, നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. തിരിച്ചടി പാക് മണ്ണിൽ തൊടാതെ ഇന്ത്യ കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ. അഭിമാനിക്കാം ഓരോ ഇന്ത്യക്കാരനും. ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് ഒരു പിടിയും കിട്ടാതെ ഇരിക്കുന്നിടത്ത്, അതായത് ഭാരതത്തിലെ ജനങ്ങൾക്ക് പോലും ഒരു പിടിയും കിട്ടിയിട്ടില്ല എങ്ങനെയാകും ഇന്ത്യ തിരിച്ചടിക്കുന്നതെന്ന്. ആ തിരിച്ചടി പാകിസ്ഥാനിനെ വലിയ രീതിയിൽ അഗ്നിഗോളമാക്കി മാറ്റിയിരിക്കുന്നു. ലഷ്കർ-ഇ തൊയ്ബയുടെ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഭീകരരെ വധിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇന്ത്യ കലക്കി പൊളിച്ച് തിമിർത്തു എന്ന് തന്നെ പറയണം. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരിക്കുന്നു എന്നുള്ളത്. ബാക്കി പിന്നാലെ വരും പാകിസ്ഥാനെ. ബാക്കിയുള്ളത് കണ്ടോ, ഇത് ടീസർ മാത്രമാണ്. അതായത് ഇന്നലെ ഇന്ത്യ അങ്ങ് പൊളിച്ചടുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ മികവിന്റെ വിജയം കൂടിയാണ് ഇത്. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന മോക്ക് ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപെയാണ് ആക്രമണം. മോക്ക് ഡ്രില്ലിന് ശേഷം ഇന്ത്യ പ്രത്യക്ഷാക്രമണം നടത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് ബുധനാഴ്ച യുദ്ധാഭ്യാസം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വ്യോമസേന വ്യക്തമാക്കിയിരുന്നത്. ഇതെല്ലാം പാകിസ്ഥാൻ വിശ്വസിച്ചു. എന്നാൽ ഇന്ത്യ അണിയറയിൽ ഒരുക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ. പൽഹാമയിൽ ചിന്നിച്ചിതറിയ സിന്ദൂരത്തിനുള്ള മറുപടി. ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയിൽ ഇന്ത്യയെ വിരട്ടാനും പാകിസ്ഥാൻ ശ്രമിച്ചു. ഒരു പരിശീലനത്തിനൊരുങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ പരിശീലനം നടക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനികാക്രമണത്തിൽ പാക് അതിർത്തി കടന്നും പാക് അധീന കശ്മീരിലുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. പുലർച്ചെ 1:41 സൈനിക നടപടി. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് 23 കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ്. പഥാൻകോട്ടിലും ബലാക്കോട്ടിലും ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളെ നിഷേധിച്ച പാകിസ്ഥാൻ ഇവിടെ ആക്രമിക്കപ്പെട്ടത് പുലർച്ചെ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. രാത്രി 9 മണിക്കും വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കുമായാണ് മോക്ക് ഡ്രിൽ തീരുമാനിച്ചിരുന്നത്. യുദ്ധാഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. രാജ്യത്തെ തിരഞ്ഞെടുത്ത 244 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ യുദ്ധാഭ്യാസ പരിശീലനത്തിന് മുന്നേ ആക്രമണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലിരുന്ന് രാത്രി മുഴുവൻ സമയവും ഉറക്കം ഒഴിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നിരീക്ഷിച്ചു. ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥർ, മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ പ്രധാനമന്ത്രിയെ തത്സമയം വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ കരസേന, വ്യോമ, നാവികസേന മേധാവികൾ തമ്മിൽ പല റൗണ്ട് ആശയവിനിമയങ്ങൾ നടന്നു. മോദിക്കൊപ്പം രാത്രി മുഴുവൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മോദിയും ഡോവലും ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണെന്ന് ഉറപ്പിച്ചു. ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെയായിരുന്നു ആക്രമണങ്ങൾ. ഇതും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത്തവണ മിന്നൽ മിസൈൽ ആക്രമണമായി മാറി. കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയ പാവങ്ങളെ മതം ചോദിച്ചു കൊന്ന് തള്ളിയതിന്റെ ആദ്യ പ്രതികാരമായി ഇത് മാറി. ഇന്ത്യ ലക്ഷ്യമിട്ട 9 കേന്ദ്രങ്ങളിലും ഉദ്ദേശിച്ച രീതിയിൽ ആക്രമണം നടത്തി. ഭീകര സംഘടനകളായ ലഷ്കർ-ഇ മുഹമ്മദിന്റെയും ലഷ്കർ-ഇ തൊയ്ബയുടെയും നേതാക്കൾ അധിവസിക്കുന്ന ഇടമാണ് ഇന്ത്യ. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ലഷ്കർ-ഇ തൊയ്ബയുടെ നേതാക്കൾ അധിവസിക്കുന്ന ഇടമാണ് ഇന്ത്യ തിരിച്ചടിക്കായി തിരഞ്ഞെടുത്തത്. ബവാവൽപൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തവയുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ 4 ഭീകര കേന്ദ്രങ്ങളിലും പാക് അധീന കശ്മീരിലെ 5 കേന്ദ്രങ്ങളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് 23 ഇടങ്ങളിൽ മിസൈൽ പതിച്ചുവെന്നാണ്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ഇന്ത്യ ലക്ഷ്യമിട്ടില്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും കറാച്ചി, ഇസ്ലാമാബാദും എല്ലാം ആക്രമിക്കാൻ കരുത്തുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ. ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നതിലും തിരിച്ചടി നടപ്പാക്കുന്ന രീതിയിലും ഇന്ത്യ ഗണ്യമായ സംയമനം പാലിച്ചു. ശ്രദ്ധാപൂർവമായ ആക്രമണമായിരുന്നു ഇന്ത്യയുടേതെന്നും
മന്ത്രാലയം അറിയിക്കുന്നു. 71 യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പരിമിതമായ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയതെന്ന് സേന വിശദീകരിച്ചിട്ടുണ്ട്. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ 40 ഇന്ത്യൻ സൈനികരെ പാക് പിന്തുണയുള്ള ഭീകരർ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടി ഇന്ത്യ നൽകിയത് ഒരു പുലർച്ചെയായിരുന്നു. 12 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഭീകര കേന്ദ്രത്തിൽ ഇന്ത്യ ബോംബിട്ടു. ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിന് 15ാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി. ബലാക്കോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ 2:45-നും 4:05-നും ഇടയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്നതാണ്. ഇന്ത്യ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളെയും തടഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി ഇന്ത്യ സാധിച്ചെടുത്തു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത്. കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ. ഫ്രാൻസ് നിർമ്മിത സ്കാൽപ് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു. തുടർന്ന് 3 സേനകൾക്കും ഈ വിവരം കൈമാറിയ ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും. 9 കേന്ദ്രങ്ങളിലായി 9 മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത്. ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി. ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം. മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു. മുരുക്കയിലെ ലഷ്കർ ആസ്ഥാനവും ബാബൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു. ആക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 55-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. മുസാഫറാബാദിലെ ഭീകര കേന്ദ്രം ഇന്ത്യ നിലംപരിശാക്കിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഇന്ത്യ ദീപാവലി ആഘോഷിച്ചു. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ടീസർ മാത്രമാണ്, പുറകെ വരുന്നുണ്ട് നല്ല ഒന്നാന്തരം അടി. അതായത് ഇന്ത്യ മൊത്തത്തിൽ ഒരു മിസ്ലീഡിങ് കൊടുത്തു. മോക്ക് ഡ്രിൽ നടത്തുകയാണ്, ഒരു യുദ്ധം ഉണ്ടാകും, നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നോ, എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിച്ചോ, നമുക്ക് ഒന്ന് കരുതലോടെ വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ വലിയ സന്ദേശവും നിർദ്ദേശവും ഒക്കെ സംസ്ഥാനങ്ങൾക്കും ഒക്കെ നൽകി. കനത്ത സുരക്ഷയാണ്. നമ്മൾ 1971 ശേഷം മോക്ക് ഡ്രിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ വലിയ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ സൈന്യം അങ്ങ് തീരുമാനിച്ചു. ഓരോ ജീവനും ഓരോ രക്തത്തിനും, അവിടെ തെറിച്ച ഓരോ രക്തത്തിനും, മാഞ്ഞുപോയ ഓരോ സിന്ദൂരത്തിനും കൃത്യമായ പേര്. സത്യത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. നമുക്ക് ഉച്ചത്തിൽ ഉറക്കെ വിളിച്ച് പറയാം, നമ്മുടെ മാതൃരാജ്യത്തെ തൊട്ട ഒരുത്തനും വെറുതെ പോകില്ല, വിടില്ല ഞങ്ങൾ.